ജീവന്റെ ജീവനായ ഗീതാഞ്ജലിക്ക് വേണ്ടിയാണ് എഴുതുന്നത്. ഇന്നലെ ഞാൻ തന്ന പൂവിൽ സൗരഭ്യമായി പടർന്നിരുന്നത് എന്റെ പ്രണയമായിരുന്നു. ഇതളുകളുടെ നൈർമല്യം എന്റെ ഹൃദയമായിരുന്നു. പൂവിന്റെ സൗന്ദര്യം എന്റെ പ്രതീക്ഷകളായിരുന്നു. നിന്റെ സ്നേഹിതൻ എന്നെ കുറിച്ച് എന്ത് കരുതും എന്നതിലല്ല, നീ എന്നെ കുറിച്ച് എന്ത് കരുതുന്നു എന്നതാണ് എനിക്ക് മുഖ്യം. ഐ ലവ് യു. എടോ, തനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലേ? പിന്നെ പെമ്പിള്ളേരെ കണ്ടല്ലോ ഉടനെ ലവ് ലെറ്റർ കൊടുക്കും. എടാ ചെറുക്ക, ഗീതയ്ക്ക് നീ സ്നേഹം കൊടുക്കുന്നു, പക്ഷേ ഗീത അത് തിരിച്ചു തരുന്നില്ലല്ലോ. എന്താ ശാന്തി, ഇതെന്താ കൊടുക്കൽ വാങ്ങൽ ബിസിനസ്സോ? ഞാൻ ഗീതയ്ക്ക് കൊടുക്കുന്ന സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയ ബിസിനസ് ഓക്കെ, പക്ഷെ അതെങ്ങനെ പ്രേമമാവും? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സ്നേഹം എങ്ങനെയാ? എക്സ്ക്യൂസ് മീ, സ്നേഹം ഒന്നേ ഉള്ളൂ, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ റോങ്. നെക്സ്റ്റ്. നീ പ്രേമിക്കുന്നൊക്കെ കൊള്ളാം, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനാ മനസ്സ് വെച്ച പോരെ. ഏറ്റവും തോന്നുന്നു പറഞ്ഞേ, നിന്റെ പ്രേമം മനസ്സ് വെച്ച പോരെ, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന്. അത് പറ്റില്ല മോളെ, കുറച്ചേ ഉള്ളെങ്കിൽ ഉള്ളിൽ വെക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. എന്റെ മനസ്സിൽ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ കവിയാ. തനിക്കൊരു കാര്യം അറിയൂ, ഐ ആം സോ എക്സ്പ്രസീവ്. എന്ത് കാര്യമായാലും തുറന്നു പറയും. തന്റെ കാര്യം പറയട്ടെ. വേണ്ടത് മോശമായി പോകും. ഓൾറെഡി അജയ് ഗീത ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നീ ഇഷ്ടപ്പെടുന്നത്? എക്സ്ക്യൂസ് മീ, നിനക്ക് താജ്മഹൽ ഇഷ്ടമാണോ? ഇഷ്ടാ. നിനക്കോ? ഇഷ്ടാ. സോറി, ഇവൾ ഇഷ്ടപ്പെടുന്നോണ്ട് നീ ഇഷ്ടപ്പെട്ടുകൂടാ. അല്ല, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ നീ എന്താ എണീറ്റത്? ഇരിക്കേ. എനി മോർ ഡൗട്ട്സ്? ഡിയർ ഗേൾസ്, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നേരം കളയാതെ നിങ്ങൾ ആരെങ്കിലും പോയി പ്രേമിക്കേ, പിന്നെ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കെ? ശാന്തി, only for you. എനിക്ക് ഏറ്റവും പ്രിയപ്പെടാത്ത ശാന്തിക്ക് ഞാൻ നിന്നെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്നറിയോ? ആദ്യമായി കണ്ടപ്പോ തന്നെ നിന്നോട് എനിക്ക് ഒരുപാട് ദേഷ്യമുണ്ടായി. നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം എത്രമാത്രം ധന്യമായനെ എന്ന് നിന്നെ മാത്രം വെറുക്കുന്ന നിന്റേതല്ലാത്ത ആരും. പ്ലീസ് നോ, നാളെ നീ പാർക്കിൽ വരേ വേണ്ട.